ഗൈസ് അസ്സലാമലൈക്കും. നമ്മളിന്ന് പീടികയിലൊക്കെ കിട്ടുന്ന എനിക്ക് നല്ല ഇഷ്ടമുള്ള വീട്ടിൽ സേമിയ മുട്ടായി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കാട്ടിത്തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടെടുക്കുക. അതിൻ്റെ ശേഷം 1 ഗ്ലാസ് കടലപ്പൊടി, അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പും. എന്നിട്ട് ഇതെല്ലാം പാടി നല്ലോണം മിക്സ് ചെയ്യുക. കട്ടകളില്ലാതെ നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു മാവ് കുഴയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എടുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഇട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ചൂടായി വരുമ്പോൾ ആ സമയം കൊണ്ട് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുക. ചൂടാക്കിയിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിലുള്ള മാവ് അതിലേക്ക് ഇട്ട് റൗണ്ട് ചുറ്റുക. ഇതിങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് തീയിലിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ അതൊരു ഭാഗം ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ നമ്മളത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മളെല്ലാം പൊരിച്ചെടുക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ശർക്കര ഇട്ടെടുത്ത് ഉരുക്കാനുള്ള വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച സേമിയയുടെ മിക്സർ ചൂടാറി കൈ വെച്ചിട്ട് ഒന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ഉരുക്കാൻ വെച്ച ശർക്കര നൂൽപ്പരുവാക്കിയെടുക്കുക. ആ ശർക്കര ആയി വരുന്ന സമയത്ത് നമ്മൾ ആ പൊടിച്ച് വെച്ച മിക്സർ അതിലേക്ക് ഇട്ടെടുക്കുക. തീയിലിട്ട് അതിൽ മിക്സറും ശർക്കരയും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എടുത്തിട്ട് അതിലേക്ക് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഇട്ടെടുക്കുക. ഇനി നന്നായി ചൂടാറാൻ വെക്കുക. വരുമ്പോൾ ഒന്ന് മുറിച്ച് കൊടുക്കുക. അത് ചൂടാറിയിട്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഇത് ചൂടാറാൻ വെക്കണം. അപ്പോൾ നമ്മൾ സേമിയ മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് തിന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളെ സേമിയ മുട്ടായി നല്ല ടേസ്റ്റ്, ഏകദേശം നമുക്ക് വാങ്ങുന്ന ടേസ്റ്റിലാണ് കിട്ടിയത്. അപ്പം നല്ല സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെ ചെയ്യാം.